ഹലോ, ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടൊരു ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. ഇത് ഉരുളക്കിഴങ്ങും മല്ലിച്ചപ്പും ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ചപ്പാത്തിയാണ്. ആലു ചപ്പാത്തി എന്നാണ് ഇതിന് പറയുക. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആലു ചപ്പാത്തിക്ക് വേണ്ട ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ടുണ്ട്. ഇതൊന്ന് ഉടച്ചെടുക്കണം. കിഴങ്ങ് ഉടച്ചെടുത്തതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ചെറുതായി മുറിച്ചത്, 1 ടേബിൾ സ്പൂണ് ഓയിൽ, ഇതിലേക്ക് 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ടാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത്. ഇത് ആദ്യം ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ടിലിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുന്നത്. മാവ് സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉരുളകളാക്കി മാറ്റാം. മാവ് ഒന്നും കൂടി കുഴച്ചിട്ട് ഇത് 2 ഭാഗമാക്കിയിട്ട് മുറിച്ചെടുക്കാം. ഇതൊരു കത്തി ഉപയോഗിച്ച് ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് മുറിച്ചെടുക്കാം. നമ്മൾ മാവ് ബോൾസാക്കിയിട്ട് മുഴുവനായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പരത്താം. കുറച്ച് പൊടിയിട്ട് ഓരോ ഉരുളകളായിട്ട് പരത്തിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്തിട്ട് ഇതൊന്ന് മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. പരത്തിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചുട്ടെടുക്കാം. അടുപ്പത്തേക്ക് ഒരു പാന് വെച്ച് ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇതിട്ടിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ തൂവിക്കൊടുക്കാം. ഇതിങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഓണം പൊന്തി വരുന്നുണ്ട്. ഇനി ബാക്കിയും കൂടി നമുക്കിതുപോലെ ചുട്ടെടുക്കാം. ആലു ചപ്പാത്തി ഇങ്ങനെ സ്ക്വയറായിട്ട് പരത്തുന്നില്ല, റൗണ്ടായിട്ട് പരത്തിയിട്ട് നമുക്കിതുപോലെ ചുട്ടെടുക്കാം. ആലു ചപ്പാത്തി മുഴുവനായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് കറി ഇല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി കറി കൂട്ടി ചിക്കൻ കറിയോ വെജിറ്റബിൾസ് കറിയോ ഒക്കെ കൂട്ടി കഴിക്കാം. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.